സുഹൃത്തുക്കളെ, ഈ ഞായറാഴ്ച ടൂറൊന്നും ഉണ്ടാവാത്തത് കൊണ്ട് ഒരു കല്യാണം ഉണ്ടായിരുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഇരിക്കുമ്പോഴാണ് ബാബു വിളിച്ചത്. പാടത്തുള്ള കടയിൽ ചായ കുടിക്കുന്നുണ്ട്. ബൈക്ക് എടുത്ത് നേരെ ചായക്കടയിൽ പോയി. അവിടെ ബാബും അനീഫയും എല്ലാവരും ഉണ്ടായിരുന്നു. അത് നമ്മുടെ മാളുത്താത്താൻ്റെ ഷോപ്പായിരുന്നു. നല്ല ചായയും കടിയും ഉള്ളിവട, പഴംപൊരി, എല്ലാ കടികളുള്ള നല്ലൊരു ഷോപ്പായിരുന്നു. നല്ല ഒന്നാന്തരം ചായയായിരുന്നു. അവിടെ ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ആദമ്മ വന്നത്. ആദം പറഞ്ഞ് ഞങ്ങൾക്കൊരു കൃഷിയുണ്ട്, ആ കൃഷിത്തോട്ടത്തിലേക്ക് പോകാൻ. ആദം ചെറിയൊരു കർഷകനാണല്ലോ. അങ്ങനെ ആദമിൻ്റെ കൃഷിത്തോട്ടത്തിലേക്ക് ഞങ്ങൾ നടന്നുപോയി. അതിൻ്റെ അടുത്ത് തന്നെയാണ്. അവിടെ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട്, ഒരുപാട് പേര് കളിക്കുന്നുണ്ട്. അങ്ങനെ ആദമിൻ്റെ കൃഷിത്തോട്ടത്തിൽ പയർ കൃഷി, കടുക് കൃഷി, ഇഞ്ചി കൃഷി, അങ്ങനെ ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട്. അതിൽ പയറിൻ്റെ ഇലയെല്ലാം നല്ല ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ഇല ഒരുപാട് പേര് നുള്ളുന്നുണ്ട്, ഒരുപാട് പേര് നുള്ളി കൊണ്ടുപോയിട്ടുമുണ്ട്. അങ്ങനെ കൃഷിത്തോട്ടങ്ങളല്ല, ഈ വിശാലമായ പാടം മുഴുവനും ആദമിൻ്റെ കൃഷിയാണ്. ആ കൃഷിയെല്ലാം നല്ല നോക്കിക്കണ്ട് ഞങ്ങളവൻ നടന്നു. ഇതിലാണ് ആദം കടക് കൃഷി ചെയ്തത്. നല്ല ഒരു യുവ കർഷകനാണ് ആദം. ഈ പാടം മുഴുവനും അവന്, തോട്ടത്തിലെല്ലാം അവന് വിത്തുകൾ പാകിയിട്ടുണ്ട്. ബത്തക്ക കൃഷി, സൂര്യകാന്തി എല്ലാം കഴിഞ്ഞപ്പോഴാണ് അവന് ഈ പുതിയ തോട്ടത്തിൽ ചെറുമണിക്കടലാണ് നമ്മൾ ആദമിൻ്റെ കൃഷിത്തോട്ടങ്ങളാട്ടത്. ആദം ഒരു ഒറിജിനൽ കർഷകനാണ്. അവാർഡൊക്കെ ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ട്. പയറെല്ലാം ഉണ്ടായിട്ടുണ്ട്, പയർ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് നുള്ളിയെന്ന് പറഞ്ഞു. ഇതെന്താ കടുക? ചെറുമണി ഇട്ടിക്കണേ. ഞാൻ താഴെ അടിക്കലുണ്ടാവില്ലേ? അപ്പോഴാണ് ആദം പറഞ്ഞത് അവൻ്റെ ജ്യേഷ്ഠൻ നൗഷാദ് ചെമ്മീൻ കൃഷിക്ക് വേണ്ടി സെറ്റാക്കുന്നുണ്ട് എന്ന്. അങ്ങനെ നൗഷാദിൻ്റെ ചെമ്മീൻ കൃഷി ചെയ്യുന്ന സ്ഥലം കാണാൻ വേണ്ടി പോയി. അവിടെ മണ്ണെല്ലാം എടുത്ത് സെറ്റാക്കുന്നുള്ളൂ, അടുത്ത വർഷം സ്റ്റാർട്ടാക്കുന്നാണ് അവൻ പറഞ്ഞത്. സുഹൃത്തുക്കളെ, ഇത് ആദമിൻ്റെ നൗഷാദിൻ്റെ വീടെല്ലാം പയർ കൃഷിയാണ്. നമ്മുടെ നൗഷാദ് അവിടെയാണ് വീടുണ്ടാക്കിയിട്ടുള്ളത്. ആദമിൻ്റെ പയർ കൃഷിയാണ് ഇത്, ഈ പാടം മുഴുവനായിട്ടും. ബത്തക്ക കൃഷിയും എല്ലാം കഴിഞ്ഞപ്പോൾ പുതിയത് ആദം ഇറക്കിക്കുന്ന പയറാണ്. ഇതാണ് ആദമിൻ്റെ ജ്യേഷ്ഠൻ നൗഷാദിൻ്റെ ചെമ്മീൻ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള സെറ്റാക്കിയ സ്ഥലം. ഇവിടെയാണ് ചെമ്മീൻ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവൻ്റെ വീട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അവിടെ പോയി ഞങ്ങൾ മാങ്ങയെല്ലാം കഴിച്ചു. ഇതാ കൃഷി ഉണ്ടോ? പിന്നെ നേരെ ആദമിനെ കൂട്ടി വീണ്ടും ഇങ്ങോട്ട് പോന്നപ്പോഴാണ് അവൻ്റെ വേറൊരു ജ്യേഷ്ഠൻ്റെ വീടിൻ്റെ അടുത്ത് നമ്മൾ ട്രാക്ടർ നിർത്തിയിട്ടിട്ടുണ്ട്. ആ ട്രാക്ടർ അടുത്ത കണ്ടപ്പോൾ ആ ട്രാക്ടറിൽ കയറാനൊരാഗ്രഹം. അങ്ങനെ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്ന അതിലൂടെ നേരെ വീണ്ടും അങ്ങോട്ട് പോയി. പച്ചപ്പ് ഇവിടെയാണോ? ട്രാക്ടറിൻ്റെ അടുത്തെത്തി. ട്രാക്ടറിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തപ്പോഴാണ് അതിൽ കയറി. ഒന്നും നോക്കിയില്ല, ട്രാക്ടറിൽ കയറി. എന്താ ട്രാക്ടർ ഓടിക്കാൻ അറിയാത്തോണ്ട് വെറുതെ ഒന്ന് കയറി. എന്തായാലും യുവ കർഷകനാണ്. കൃഷികളെല്ലാം വിജയിക്കട്ടെ, നല്ല വരുമാനം ഇതിന്മേൽ കിട്ടട്ടെ. അത് ചോദിച്ചേ. അങ്ങനെ ആദമിന് നൗഷാദിനും എല്ലാവിധ ആശീർവാദം നൽകിക്കൊണ്ട് ഞങ്ങൾ വീണ്ടും വീട്ടിലോട്ട് തിരിച്ചു. അപ്പോൾ നമ്മൾ ചെറിയ ഫ്രണ്ടിനെ കണ്ടു.